അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് തൊഴിലിടങ്ങളിലാണ്. നമ്മൾ ചെയ്യുന്നൊരു തൊഴിൽ ഏറ്റവും മിനിമം 5 മണിക്കൂർ ജോലി ചെയ്യാതെ ഒരാൾക്ക് ശമ്പളം കിട്ടൂലല്ലോ. ഇനിയിപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും. ഈ കച്ചവടക്കാരൊക്കെ രാവിലെ 8 മണിക്കെത്തി വൈകുന്നേരം 10 മണി വരെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നമ്മുടെ സഹോദരിമാർ ഇനി കൂലിക്കല്ലെങ്കിലും വീടുകളിൽ അവരുടെ വീട്ടു ജോലികൾ രാവിലെ സുബഹിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 11 മണിക്കൊക്കെയാണ് കയറുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ തൊഴിലിന് എപ്പോഴും ഒരു ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു സേവനം എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും അത് മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് നമുക്ക് അയാൾക്ക് ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഖൈറുന്നാസി അൻഫഅഹും ലിന്നാസി എന്ന് പറയണ്ടല്ലോ. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണെങ്കിൽ ആ നഴ്സ് നിലയ്ക്ക് നമ്മുടെ ആ രോഗിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഭയങ്കര ആശ്വാസത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഭയങ്കര പേടിയുള്ള ആളുകളേക്കാരും ഒന്ന് സമാധാനിപ്പിച്ച് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യത്തിലും നമുക്ക് പലപ്പോഴും പലരെയും സഹായിക്കാൻ കാര്യങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നൊരു ചെരുപ്പ് കടയില്ല. അപ്പോൾ അയാൾക്ക് തന്നെ പൈസ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെരുപ്പ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് എടുക്കാതെ പോകണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റും. ഇത് ഞാൻ പറയാൻ കാരണം പല പ്രമുഖന്മാരായ വ്യവസായികളും ആളുകളൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴും അവരൊക്കെ പറയണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കടകളിൽ വരുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ് മനുഷ്യരായി കണ്ട് സ്നേഹത്തോടു കൂടി അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൊടുക്കും. അതെ, എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യുഹിബു ഇത് അമില അഹദുക്കും അമലൻ ആ യുത്ഖീനഹു എന്നാണ്. വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുക. നമ്മളെ കൊണ്ടൊരു പണി ചെയ്യിപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ വീണ്ടും വിളിക്കാനും പറയിപ്പിക്കാനും തോന്നുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കാൻ കഴിയണം. പരമാവധി അവർക്ക് സഹായകരമായ രൂപത്തിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ എന്താ അറിയോ, നമ്മുടെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം പണം ചിലവഴിക്കുന്ന കാര്യം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നൊരു കടയാണെങ്കിൽ അത് ആളുകൾക്ക് ഫേവറായിട്ട് അനുകൂലമായി ചെയ്തു കൊടുക്കുക. ഒരു ടൈലർ എൻ്റെ ജോലി മറ്റൊരാൾക്കൊരു സഹായവും സേവനവുമാക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നാണ്. നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് നിന്നാണല്ലോ ഏറ്റവും നല്ല സമ്പാദ്യമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാവുന്ന നിലക്ക് നമ്മൾ എന്നാൽ ഇതിന് നേരെ വിപരീതമായൊരവസ്ഥ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു ഓഫീസിലൊരു കടലാസിന് വേണ്ടി നമ്മൾ ചെന്നാൽ പരമാവധി നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്യുക പറയുക. തമാശ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോമഡി ആയിട്ട് ഒരു ഫരിത നിലയിലേക്ക് കണ്ടു. അതായത് എന്താണ് നിനക്ക് ജോലി? അപ്പോൾ ഞാൻ പറഞ്ഞു ആളുകളെ പ്രഷറും ഷുഗറൊക്കെ കുറച്ച് കൊടുക്കലാണ്. അതെന്താ അപ്പോൾ നിങ്ങൾ ഡോക്ടറാണോ? അല്ല ഡോക്ടറല്ല, ഞാൻ എന്ത് ചെയ്യും പിന്നെ വില്ലേജ് ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും അവിടെ പരമാവധി വരുന്ന ആൾക്കാരൊക്കെ ഞാൻ പരമാവധി നടത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ നടത്തി അവരുടെ ഷുഗറും പ്രഷറൊക്കെ കുറച്ച് കൊടുക്കുന്നതാണ്. തമാശയാണെങ്കിലും ഒരു പരിധി വരെ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ് പരമാവധി എങ്ങനെ നടത്താതിരിക്കാൻ പറ്റും, അയാളുടെ കാര്യങ്ങൾ പെട്ടെന്ന് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുകയാണല്ലോ നമ്മൾ വേണ്ടത്. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മളതിന് വേണ്ടി ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. അതോടൊപ്പം ആ വരുന്ന ആളുകൾ ഒരു സേവനം കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്ന ഏതൊരു കാര്യവും ഒരു സേവനമാക്കി മാറ്റാൻ, ജനങ്ങൾക്കൊരു ഉപകാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യം സംശയമില്ല. ഒരു അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് എത്രമാത്രം സേവനമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോലിയായിട്ട് നമ്മുടെ ജോലി ഉപയോഗപ്പെടുത്താനും അതിലൊരു പ്രതിഫലം ആഗ്രഹിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.